പ്രേക്ഷകർക്ക് സ്വാഗതം. ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ. കുറച്ചു മുമ്പാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരെ ഒരു ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് ബ്ലാസ്റ്റേഴ്സ് അറിയിച്ചത്. ആ സ്റ്റേറ്റ്മെന്റിൽ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ പ്രധാനമായും പറയുന്ന ഒരു കാര്യമുണ്ട്. ബ്ലാസ്റ്റേഴ്സിന്റെ കൊച്ചി സ്റ്റേഡിയത്തിലെ പിച്ച് അങ്ങനെ ബ്ലാസ്റ്റേഴ്സ് നീക്കിയിരിക്കുന്നു എന്നുള്ളൊരു ഏറ്റവും പുതിയ വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. പിച്ച് അങ്ങനെ മാറ്റിയിരിക്കുന്നു എന്നുള്ള ഏറ്റവും പുതിയ വാർത്ത. പിച്ച് നശിപ്പിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ അറിയിക്കുന്നത്. ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം സ്റ്റേഡിയമായ കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ വെച്ച് ഒരു നൃത്ത പരിപാടി നടന്നിരുന്നു. അതായത് ഡാൻസിൻ്റെ ഒരു പരിപാടി നടന്നിരുന്നു. എന്നാൽ ആ ഡാൻസിൻ്റെ പരിപാടി നടന്നതിന് ശേഷം ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹോം സ്റ്റേഡിയമായ കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിന് ധാരാളം കേടുപാടുകൾ സംഭവിച്ചു എന്നുള്ള വാർത്ത നമ്മൾ എല്ലാം അറിഞ്ഞതാണ്. എന്നാൽ ഇപ്പോൾ അതിൻ്റെ ഭാഗമായി പിച്ചിനും ധാരാളം പ്രശ്നങ്ങൾ സംഭവിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ പിച്ച് നീക്കിയിരിക്കുന്നു അല്ലെങ്കിൽ നശിപ്പിച്ചിരിക്കുന്നു എന്നുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യലായി തന്നെ അറിയിക്കുന്നത്. കൂടാതെ പിച്ചിൻ്റെ സാധാരണ നിലയിലേക്ക് പിച്ച് എത്തിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ അധികൃതർ ഇപ്പോൾ പകലില്ലാതെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നും ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ അറിയിക്കുന്നുണ്ട്. മറ്റന്നാളാണ് ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം ഒഡീഷയ്ക്കെതിരെ വരുന്നത്. അത് ഹോം മത്സരമാണ്. ആ മത്സരത്തിന് മുൻപ് തന്നെ പിച്ച് പഴയ സ്ഥിതിയിലേക്ക് എത്തിക്കാനാണ് ഇപ്പോഴത്തെ ശ്രമമെന്നും ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റിലൂടെ അറിയിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ പിച്ച് പഴയ സ്ഥിതിയിലേക്ക് എത്തിക്കാനുള്ള ശ്രമത്തിനാണ് ബ്ലാസ്റ്റേഴ്സിന്റെ അധികൃതർ എന്നാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് അറിയിക്കുന്നത്. എന്തായാലും ഉടൻ തന്നെ അത് സാധ്യമാക്കും എന്നും ബ്ലാസ്റ്റേഴ്സ് അറിയിക്കുന്നുണ്ട്. എന്തായാലും നാളത്തോടു കൂടി തന്നെ പിച്ച് പഴയ സ്ഥിതിയിലേക്ക് എത്തിക്കുമെന്നും ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ പുതിയ സ്റ്റേറ്റ്മെന്റ് ആണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഇറക്കിയിരിക്കുന്നത്. എന്തായാലും നന്ദി. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.